ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. അതായത് നിങ്ങൾ തന്നെ വണ്ടി ഓടിക്കാറിയാൻ നേരം ഓടിച്ചു നോക്കണം മേളിൽ താഴോട്ട്. അതായത് മുകളിൽ നിന്ന് വരുമ്പോൾ ഈ കയറ്റം കയറി ഇറങ്ങി വരുന്നിടത്ത് അവിടെ ഒന്നും കുഴപ്പമില്ല. ഈ കയറ്റം കയറി വരുമ്പോൾ ഒരു ഓട്ടോ സ്റ്റാൻഡും ഒരു കാർ പാർക്കും ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഓടിച്ചു വരുന്ന ആളിന് സ്വാഭാവികമായിട്ടും വണ്ടി വലത്തോട്ട് പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. പാലക്കാട് പനയമ്പാടത്ത് സിമന്റ് ലോറി മറിഞ്ഞ് 4 കുട്ടികൾ അങ്ങേയറ്റം ദാരുണമായി മരിച്ച സംഭവം കഴിഞ്ഞ് അവരുടെ സംസ്കാരവും പൂർത്തിയായി പിറ്റേ ദിവസം തന്നെ റോഡിന്റെ പ്രശ്നങ്ങൾ എന്തെന്ന് പഠിക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രി സ്ഥലത്ത് നേരിട്ടെത്തിയിരിക്കുന്നു. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ആ റോഡിനുണ്ടെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. നേരത്തെ ഈ റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തിയപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെതല്ല നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ആ റോഡിൽ അറ്റകുറ്റപ്പണികളും അതിനുവേണ്ട ഫ്രിക്ഷൻ കൂട്ടുന്ന നടപടിക്രമങ്ങളും അടക്കം നടത്തേണ്ടെന്ന ഉത്തരങ്ങൾ പല ഘട്ടങ്ങൾ. ഈ ബസ്സിൽ ലോറി തട്ടുകയും ലോറി അങ്ങോട്ട് പോയി കുഞ്ഞുങ്ങളെ ഇടിക്കുകയും മറിയുകയും ചെയ്തു. അപ്പോൾ ഈ സൈഡിൽ ഈ പാലക്കാട് നിന്ന് കോഴിക്കോടേക്ക് വരുന്ന ഈ സൈഡിൽ വീതി കുറവാണ്. നിങ്ങളത് ക്യാമറ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അത് രണ്ട് സൈഡ് അത് കൃത്യമാണ്. അങ്ങനെ വരുമ്പോൾ വണ്ടി വലത്തോട്ട് പിരിയും. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ മാർക്കിനെ മാറ്റിക്കൊണ്ട് ഒരു 2 മീറ്റർ അങ്ങോട്ട് മാറ്റി നടുവിലൂടെ ഡിവൈഡർ വയ്ക്കുകയും ആ ഓട്ടോ സ്റ്റാൻഡിനെ ഇടതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശം കൊടുക്കുന്നത്. ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി കുറച്ചുകൂടി ആ വശം ചേർന്ന് വരും. പിന്നെ തെന്നി വരുന്നു എന്നുള്ള പ്രശ്നമാണ്. അതിനെ ഇത് ചിപ്പ് ചെയ്യുകയും അടിസ്ഥാനപരമായി ഇതിനൊരു പരിഹാരം വേണം, ഒരു സ്ഥിരമായ പരിഹാരം. അതിന് വേണ്ടിയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരെ വിളിക്കുകയും PWD മിനിസ്റ്ററും കൂടെ നമ്മൾ സംസാരിച്ചതിന് ശേഷം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും കൂടി ചൊവ്വാഴ്ച അവർ അസൗകര്യം ഉണ്ടെങ്കിൽ പറ്റത്തില്ല, അവരെ വിളിക്കാൻ തീരുമാനിച്ചത് ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞിട്ടാണ്. ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടക്കമുള്ളവരെ തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് അവർ ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടും. മുമ്പ് തന്നെ നമ്മുടെ ശാന്തകുമാരി ഇവിടുത്തെ MLA മാഡത്തിൻ്റെ ഒരു പരാതി 2021 ജൂലൈ മാസത്തിലാണ്. അത് മുൻ മന്ത്രിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഓഗസ്റ്റ് മാസത്തിൽ ഇവിടെ ഒരു സന്ദർശനം നടത്തിയിട്ടുണ്ട്, MLAയും പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റെല്ലാവരും ചേർന്നിട്ട്. അപ്പോൾ അന്ന് പറഞ്ഞ ശുപാർശകളൊന്നും തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അവരെ വിളിക്കുകയാണ്. അവർ ചെയ്യേണ്ടതാണ്. അവർ ചെയ്ത കൺസ്ട്രക്ഷൻ്റെ അപാകതയാണ്. അപ്പോൾ അതവർ പരിഹരിക്കാൻ വിദഗ്ധരുടെ അഭിപ്രായം നാട്ടുകാരുടെ അഭിപ്രായം കൂടി മാനിച്ച് ഈ നാട്ടുകാരിവിടെ ഉന്നയിക്കുന്ന പല വിഷയങ്ങളുണ്ട്. ഇതും കൂടി ചേർത്ത് ഒരു ചർച്ചയാണ്. ചർച്ച ചെയ്ത് കഴിയുമ്പോൾ അവർ പണം അനുവദിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരാശങ്കയും നിങ്ങൾക്ക് വേണ്ട. സംസ്ഥാന സർക്കാരിൻ്റെ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടിൽ നിന്നും ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ പണം അനുവദിച്ചു തരും. ഇതിനെക്കുറിച്ച് ഇനി യാതൊരു വിവാദത്തിനും വഴിയില്ല. ഹൈവേ ആണ് ചെയ്യേണ്ടത്. ഹൈവേ അതിനൊരു മാറ്റമില്ല. ഹൈവേയുടെ ശ്രദ്ധയിൽ ഇന്ന് തന്നെ ശ്രീ കൃഷ്ണൻകുട്ടി സാർ അദ്ദേഹം കളക്ടറേറ്റിൽ ഒരു യോഗം ചേർന്ന് അതിൽ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ഞാൻ അവരോട് ആവശ്യപ്പെടും. അവരത് അംഗീകരിച്ചില്ലെങ്കിൽ പണമില്ല എന്ന് വല്ലതും പറയുകയാണെങ്കിൽ അടിയന്തരമായി റോഡ് സേഫ്റ്റി അതോറിറ്റി യോഗം ചേർന്ന് പണം ഇവിടെ മാത്രമല്ല ഇവിടെയും മുണ്ടൂർ ഞാൻ മടങ്ങി വരുന്ന വഴിക്ക് ജനങ്ങളിലൊരു പരാതി ഉണ്ടായിരുന്നു. അവിടെ ഒരു റൗണ്ട് ആക്കണം എന്നൊക്കെയാണ്. അത് KSTP റോഡാണ് ഒരു വശത്തുള്ളത്. അക്കാര്യത്തിൽ റിയാസ് മിനിസ്റ്ററോട് കൂടെ ആലോചിച്ചിട്ട് അവർക്ക് ഫണ്ടുണ്ടെങ്കിൽ അവർ റൗണ്ട് ചെയ്യും. ആ റൗണ്ടാണോ ചെയ്യേണ്ടതെന്ന് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ നാളെയും മറ്റന്നാളുമായിട്ട് അവർ പരിശോധിക്കാൻ നിർദ്ദേശം കൊടുക്കണം. അവർ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നാട്ടുകാരെയും ബന്ധപ്പെട്ടവരെയായി ബന്ധപ്പെട്ട് അവർ പരിശോധിച്ചിട്ട് അവർ തരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവിടെ റൗണ്ട് വേണമെങ്കിൽ റൗണ്ട്. ഒരു സിഗ്നൽ ലൈറ്റിനെ പറ്റി പക്ഷേ സിഗ്നൽ ലൈറ്റ് അവർക്കും താല്പര്യമില്ല. സിഗ്നൽ ലൈറ്റ് വയ്ക്കുന്നതോടെ വീണ്ടും യാത്രയിൽ ഒരുപാട് കാലതാമസം വരും, ട്രാഫിക് ജാമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഒരു ഫ്ലാഷ് ലൈറ്റ് പോലുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ അവിടെ 2 റോഡും ഈ റോഡും KSTP റോഡും കൂടി ചേരുന്ന ഒരു ജംഗ്ഷനാണ്. അപ്പോൾ അവിടെ അപകടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് അവരെ ഉന്നയിച്ചതും ഈ അവസരത്തിൽ ഉൾക്കൊള്ളുകയാണ്. ഈ 2 പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും. KSTPയുടെ പണം ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് അവിടെ പരിഹരിക്കും, അല്ലെങ്കിൽ നാഷണൽ ഹൈവേക്കാരുകൊണ്ട് അത് പരിഹരിക്കും. രണ്ടുമില്ലെങ്കിൽ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ പണം കൊടുക്കും. ഈ പ്രശ്നത്തിന് സ്ഥായിയായ പരിഹാരം. ഇപ്പോൾ നാട്ടുകാരുമായി സംസാരിച്ചു, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടു, മാധ്യമങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടു, പഞ്ചായത്തിൻ്റെയും മെമ്പർമാരുടെ അഭിപ്രായങ്ങൾ കേട്ടു, പോലീസിൻ്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഭിപ്രായം കേട്ടിട്ടുണ്ട്. പക്ഷേ 5 ശുപാർശകൾ ഓഗസ്റ്റ് മാസത്തിൽ 2022 ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഹൈവേക്ക് നൽകിയിരുന്നു. അവരത് പാലിക്കാത്തത് തെറ്റാണ്. ഏതായാലും അടിയന്തരമായി അവർ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. പണി റോഡ് തീരാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു പരിഹാരത്തിന് അവർ തയ്യാറാകും എന്നാണ്. അന്ന് ഇതിൻ്റെ സൈഡ് ഗ്യാരേജ് വേ കുറവാണ് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഈ ലോറി മറിഞ്ഞ സ്ഥലത്ത് ഗ്യാരേജ് വേ കുറവാണെന്നുള്ളതാണ്. അപ്പോൾ ഈ വണ്ടി സ്വാഭാവികം ഇങ്ങോട്ട് കയറി വരുന്നതുകൊണ്ടാണ് അത് കുറവായിട്ടുള്ളത്. ശരിക്കും അവിടെ ഉണ്ട്. പിന്നെ വെള്ളക്കെട്ടുണ്ട്. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളക്കെട്ടുണ്ട്. ഈ വെള്ളക്കെട്ടിലാണ് ഇത് സ്കിഡ് ചെയ്യുന്ന വണ്ടി. കഴിഞ്ഞ ദിവസം ഒരു ലോറി സ്കിഡ് ചെയ്യുന്നതിന് ഇവിടെ ഇരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് ഈ സ്കിഡ് ചെയ്യുന്നതിന് വെള്ളക്കെട്ട്. അപ്പോൾ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഈ ഓടകളിലേക്ക് വെള്ളം അവിടെ ഓട ചെയ്തിട്ടുണ്ട് അവർ. അതിലേക്ക് കൃത്യമായി വെള്ളം കടന്നു പോകണം, അതിലേക്ക് ഒഴുകി പോകണം. കാരണം റോഡ് വെച്ചിട്ട് കാര്യമില്ല, അതിൽ വെള്ളം ഒഴുകാനുള്ളതാണല്ലോ. അപ്പോൾ വെള്ളം ഇവിടെ മഴ പെയ്യുമ്പോൾ മേളിൽ നിന്ന് വരുന്ന വെള്ളം, അപ്പോൾ അത് ഓട വഴി പോകാനുള്ള സംവിധാനം അവരോട് അത് അവർ പണിതിരിക്കുന്നതാണ്. അതിൻ്റെ കുറ്റം തീർത്ത് തരേണ്ട അവരുടെ ജോലിയാണ്. റോഡിന്റെ പ്രതലവുമായി ബന്ധപ്പെട്ട് വീണ്ടും
അതായത് പനയമ്പാടത്തെ റോഡിന് പ്രശ്നങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. വൈകി എന്ന് പറഞ്ഞാൽ ഏകദേശം നിതയുടെയും ഫിദയുടെയും ഇർഫാനുടെയും റോഡ് ക്രോസിംഗിനെ കുറിച്ചാണ് പോലീസ് ഒടുക്കം നടപടി ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. റോഡിൽ നടത്തേണ്ട അറ്റകുറ്റപ്പണികൾ, അവിടെ അപകടങ്ങൾ കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാനാകും അതൊക്കെ ക്രിയാത്മകമായി തന്നെ മറ്റ് പഴിചാരങ്ങളില്ലാതെ, കേന്ദ്രത്തിന്റെ അനുമതിക്ക് കാത്തു നിൽക്കാതെ, അവരുടെ ഫണ്ടിന് കാത്തു നിൽക്കാതെ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കരുണ കാത്തു നിൽക്കാതെ സർക്കാർ സ്വന്തം നിലക്ക് അത് ചെയ്യുമെന്ന ഉറപ്പുകൂടി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നൽകുന്നു. അതിനുവേണ്ട എല്ലാ നടപടിക്രമങ്ങളും ഇന്ന് തന്നെ തുടങ്ങും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറയുന്നത്. അതായത് ഒടുക്കം പനയമ്പാടത്തെ ആളുകൾക്ക് അങ്ങേയറ്റം വൈകി 4 ജീവനുകൾ പൊളിഞ്ഞതിനു ശേഷം ഒരു ചെറു ആശ്വാസ വാർത്ത, ഇനി അവിടെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടികൾ എടുക്കുമെന്ന ഉറപ്പ് സർക്കാർ തരുന്നു.